മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സണ്ണി ജോസഫ് തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല. ആവശ്യമെങ്കിൽ പകരം ക്രമീകരണം പിന്നീട് ആലോചിക്കും. അതേസമയം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബുധനാഴ്ച പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുള്ളതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് മാറും എന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എന്തായാലും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് തുടരും ഇന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ? നേരത്തെ KPCC അധ്യക്ഷനായിരുന്ന K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചപ്പോൾ താൽക്കാലിക ചുമതല മറ്റ് ഒരു കോൺഗ്രസ് നേതാവിന് നൽകി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഹൈക്കമാൻഡ് ആ വിവരം നേരത്തെ തന്നെ KPCC ചുമതലയുള്ളവരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം സണ്ണി ജോസഫ് മത്സരിച്ചാൽ തന്നെയും ആ KPCC അധ്യക്ഷ പദവിയിൽ തുടരട്ടെ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കേരള ഘടകത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകരം ചുമതല മറ്റാർക്കും നൽകുകയില്ല. ഒപ്പം അദ്ദേഹം KPCC അധ്യക്ഷനായി തന്നെ തുടരുകയും ചെയ്യും. താൽക്കാലികമായി ഒരു KPCC അധ്യക്ഷൻ വേണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ ചില KPCC ഭാരവാഹികൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന ഒരു കടുത്ത നിലപാടിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിലൊരു താൽക്കാലിക അധ്യക്ഷൻ വരികയാണെങ്കിൽ അതിനെ ചൊല്ലി സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള വാഗ്വാദങ്ങൾ പതിവാണ്. അങ്ങനെ ഒരു വാഗ്വാദം ഒഴിവാക്കുന്നതിന് വേണ്ടിയും അവകാശ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുമാണ് ഹൈക്കമാൻഡ് തന്നെ തൽക്കാലം ഈ KPCC അധ്യക്ഷനെ മാറ്റണ്ട, ആ പദവിയിൽ തന്നെ സണ്ണി ജോസഫ് തുടരട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ, അതായത് ഫെബ്രുവരി അവസാനത്തോടുകൂടി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം തുടങ്ങണം എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ബുധനാഴ്ചയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ആദ്യവട്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും സിറ്റിംഗ് MLA-മാർ എല്ലാവരും തന്നെ മത്സരിക്കുന്നുണ്ട്. സിറ്റിംഗ് MLA-മാരുടെയും സംവരണ സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും ആദ്യം ഉണ്ടാവുക. അതിൽ 2 പേരെ ഒഴിവാക്കിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒന്ന് K ബാബു, അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ളതിനാൽ തൽക്കാലം മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡിനെയും KPCC-യും അറിയിച്ചിരുന്നു. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടാണ്, അദ്ദേഹത്തിനെതിരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലും മാങ്കൂട്ടത്തിലും ഉണ്ടാകില്ല. ഈ 2 പേരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുക. അതിന് തൊട്ടു പിന്നാലെയായിരിക്കും UDF-മായി ബന്ധപ്പെട്ട ചർച്ചകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടക്കാനുള്ള സാധ്യത. അടുത്ത ബുധനാഴ്ചയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പട്ടിക പുറത്തുവരും എന്നുള്ള വിവരങ്ങളും ഇതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും സണ്ണി ജോസഫ് തന്നെ KPCC അധ്യക്ഷനായി തുടരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ K സുധാകരൻ പാർലമെന്റിലേക്ക് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പകരം MM ഹസന് ചുമതല നൽകിയിരുന്നു. അത് പിന്നീട് സ്ഥാനമൊഴി സംബന്ധിച്ച് ചില തരത്തിലുള്ള തർക്കങ്ങളും വലിയ ചർച്ചയൊക്കെ ആയി മാറിയിരുന്നു. അത്തരത്തിലൊരു തർക്കത്തിനും ചർച്ചയ്ക്കും ഇത് ഈ KPCC അധ്യക്ഷൻ തൽക്കാലം മാറണ്ട, അതുകൊണ്ട് തന്നെ അത് തുടരട്ടെ എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ സണ്ണി ജോസഫിന് മാറ്റാൻ ഉണ്ടെങ്കിൽ തന്നെയും അത് ഹൈക്കമാൻഡ് മാത്രമേ മാറ്റുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ UDF-ന് ഭരണം ഉറപ്പിക്കുക, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണം എന്നൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് തുടരും എന്നുള്ള വിവരങ്ങൾ ആണ് നമുക്ക് ലഭിക്കുന്നതും. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഈ പുതിയ യാത്ര അവസാനിച്ച് കഴിഞ്ഞാൽ നേരെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്കും ഘടകകക്ഷികളുമായുള്ള ചർച്ചയിലേക്കും കടക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം അടുത്ത ആഴ്ചയോടുകൂടി തന്നെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം തലസ്ഥാന
സംസ്ഥാനത്തുണ്ടാകും. ആ സമയത്ത് തന്നെ ചർച്ചകൾ നടത്തി വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം. അതേസമയം ഈ രണ്ടുപേരുടെ കാര്യത്തിൽ, അതായത് സിറ്റിംഗ് MLA-മാരെ രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം. അതിൽ കെ ബാബു നേരിട്ട് തന്നെ KPCC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതിനാൽ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ AICC വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും മത്സരരംഗത്തേക്ക് തിരിച്ചു വരും. കാരണം UDF-ന് ഇത്തവണ ഏത് വിധേനയെങ്കിലും ഭരണം ഉറപ്പിക്കണം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസിന് തന്നെ അറിയാം. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ കെ ബാബുവിനെ മത്സരിപ്പിക്കാൻ AICC നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയാൽ ഒരുപക്ഷെ അദ്ദേഹം മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെയായും ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് AICC നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.